2 കൊരിന്ത്യർ 6:2 നമ്മളിങ്ങനെ വായിക്കും, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ നിന്നെ ഞാൻ സഹായിക്കും. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇപ്പോൾ രക്ഷയുടെ ദിവസം. നാളുകളായി ചില നിയോഗങ്ങൾക്ക് വേണ്ടി, ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ധ്യാനം കൂടുന്നു, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ദീർഘനാളായ കാത്തിരിപ്പിൻ്റെ ഒരു അനുഭവത്തിലാണ് ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിച്ച കാത്തിരിപ്പ്. വചനം പറയുന്നു, അത് ഇന്ന് ആണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രാർത്ഥനകൾക്ക് ഈ സമയത്ത് മറുപടി തരാൻ ഒരുങ്ങിയിരിക്കുന്നു. രക്ഷയുടെ ദിവസമായി ഈ സമയത്തെ നാം കാണുമെങ്കിൽ ദൈവം അനുവദിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധീകരണവും രക്ഷയുടെ അനുഭവത്തിലേക്കും നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. ബൈബിൾ നമ്മൾ വായിച്ച് സദാപൂർവം വായിക്കുമെങ്കിൽ സമയത്ത് ഇടപെടുന്ന, നിശ്ചിത സമയത്ത് ഇടപെടുന്ന ദൈവപ്രവൃത്തി ധാരാളമായി നമുക്ക് കണ്ടുമുട്ടാനും വായിച്ചെടുക്കാനും കഴിയും. നാം ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത് പോലെ ഈശോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ഞാനും നിങ്ങളും പലപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവ തിരുമനസ്സ് അങ്ങനെയല്ല. ചില കാര്യങ്ങളിൽ ദൈവം നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവം സമയം തിരഞ്ഞെടുക്കാറുണ്ട്. തൻ്റെ ജനത്തിന് വേണ്ടി, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളാൻ, പ്രാർത്ഥിക്കാൻ, മറുപടി കൊടുക്കാൻ ദൈവം കാത്തിരിക്കും, ദൈവം പ്രതീക്ഷിക്കും. ആ സമയം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ വായിക്കുന്നു 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. നിൻ്റെ കുടുംബത്തെ, നിൻ്റെ കുഞ്ഞുങ്ങളെ, നിൻ്റെ തലമുറയെ ദൈവം ഉയർത്താൻ ദൈവം ഒരു സമയം കരുതുകയാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഒരു പക്ഷേ നിൻ്റെ കാര്യത്തിൽ, നിൻ്റെ പ്രാർത്ഥനകളിൽ എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല, ഇടപെടുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. ഒത്തിരി പ്രാർത്ഥിക്കുന്നു, നേർച്ച കാഴ്ചകൾ ചെയ്യുന്നു, അപ്രകാരമുള്ള ഭക്താഭ്യാസങ്ങളിലൂടെ എല്ലാം നാം കടന്നുപോയിട്ടും ചില കാര്യങ്ങളിൽ ദൈവം സമയം നിശ്ചയിക്കുന്നു. സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൻ്റെ 2, 3, 4 വചനങ്ങൾ വായിച്ചാൽ ഏതാനും കാര്യങ്ങളെക്കുറിച്ച് നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, പണിതുയർത്താനൊരു കാലം, ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു കാലം, ഒരു സമയം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. ഒരു ഭവനം പണി ആരംഭിക്കാൻ ആഗ്രഹിച്ച് എത്രയോ തവണ ഞാനും നിങ്ങളുമൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ട്. ഒരു കുഞ്ഞിൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി എത്രയോ തവണ, എത്രയോ പ്രാർത്ഥനകൾ ഞാനും നിങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ദൈവം ഒരു സമയം കാണുകയാണ്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരികയായി. അപ്പോൾ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് ഇടപെടാൻ ഒരു സമയമുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട സാഹചര്യമില്ല. ദൈവം നിശ്ചയമായി വരും. തൻ്റെ സമയത്ത് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നമുക്ക് വേണ്ടി ഇറങ്ങി വരും. അതുകൊണ്ട് പ്രത്യാശയുള്ളവരായി ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന, എനിക്ക് വേണ്ടി വാദിക്കുന്ന, എനിക്ക് വേണ്ടി ദൈവം സംസാരിക്കുന്ന സമയത്തിന് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരുന്നാൽ നാം അനുഗ്രഹീതരായിത്തീരും. വിശുദ്ധ ബൈബിളിൽ നമ്മൾ ഒത്തിരി ധ്യാനിച്ച് എല്ലാ പ്രസംഗങ്ങളും നമ്മൾ കേൾക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ബെത്സയിദ കുളക്കരയിൽ കിടക്കുന്ന, രോഗിയായി കിടന്ന മനുഷ്യൻ. ജെറൂസലേമിൽ അജകവാടത്തിനടുത്ത് ബെത്സയിദ എന്നൊരു കുളമുണ്ടായിരുന്നു. അതിൻ്റെ സവിശേഷത 5 മണ്ഡപങ്ങൾ. ആ മണ്ഡപത്തിൻ്റെ അടുക്കൽ ധാരാളം വ്യത്യസ്തങ്ങളായ രോഗാവസ്ഥയിലുള്ളവർ സൗഖ്യത്തിനായി കിടക്കുക പതിവായിരുന്നു. തളർവാദക്കാരർ, കുരുടർ, മുടന്തർ, അങ്ങനെ വിവിധങ്ങളായ രോഗത്താൽ ബാധിച്ചവർ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ആ കുളത്തിലൊന്നിറങ്ങിയാൽ സൗഖ്യം കിട്ടുമെന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. അപ്രകാരം ഒരു സൗഖ്യത്തിന് വേണ്ടി
കാത്തുകിടക്കുമായിരുന്നു. മാലാഖ വന്ന് കുളമിളക്കുന്ന ഒരു സമയം, അതാണ് അതിൻ്റെ കീവേഡ്. ആ സമയത്ത് കുളത്തിലിറങ്ങുന്നവ രോഗി ആരായാലും അവൻ സൗഖ്യം പ്രാപിക്കും. ദൈവം കരുതിയ ഒരു സമയമായ മാലാഖ വരുന്ന സമയം. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ സൗഖ്യത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു കാര്യങ്ങളൊരു വിടുതലിന് വേണ്ടി നാം കാത്തിരിക്കുന്നവരാണോ? വിശ്വാസപൂർവ്വം നമ്മുടെ കാത്തിരിപ്പ് തുടരുക. ദൈവം നമുക്ക് വേണ്ടി ഒരു സമയം കരുതും. പലപ്പോഴും ഈ കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കത് വേദനാജനകമാണ്, മടുപ്പാണ്. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക എന്നല്ല, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ക്ഷമ കെട്ടവർക്ക് ദുരിതം, അവർ അരക്ഷിതരായിരിക്കും, എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. എനിക്ക് നിങ്ങൾക്കുമൊക്കെ സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യത്തെ വചനം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക. ക്ഷമ കെടുക, കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരുന്ന് ക്ഷമ കെടുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന ഒരു ആത്മീയ അപചയമുണ്ട്. വിശ്വാസത്തിന് ശക്തി കുറയുക. ശക്തി കുറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഒരു അരക്ഷിതാവസ്ഥ വെളിപ്പെടും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വീണ്ടും കാത്തിരിക്കാനുള്ള, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള വിശ്വാസം വളരാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചത് എപ്പോഴും സമയത്തിനുള്ളിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ നാം കാത്തിരിക്കേണ്ടതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾക്ക് കണ്ടുമുട്ടാൻ കഴിയും, പൂർവ്വപിതാവായ അബ്രാഹാമിനെക്കുറിച്ച് നാം വായിക്കുന്നു. അബ്രാഹാം പിതാവിന് 75 വയസ്സുള്ളപ്പോഴാണ് സന്താനങ്ങളെ ലഭിക്കുമെന്നുള്ള വാഗ്ദാനം ദൈവം കൊടുക്കുന്നത്. നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പ് ഒരു വലിയ കാലയളവാണ്. അവിടെയും വിശ്വാസത്തിൽ ശോഷണം വരാൻ ഉതകുന്ന രീതിയിലുള്ള നിരാശാജനകമായ വാക്കുകൾ പിതാവായ അബ്രാഹത്തിൽ കേൾക്കാൻ ഇടവരികയാണ്. എന്നാൽ 18-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 18-ൽ ദൈവത്തിൻ്റെ സമയം വന്നു ചേരുകയാണ്. 2 ദൂതന്മാർ അബ്രാഹാം പിതാവിൻ്റെ ഭവനത്തിൽ വന്ന് കുഞ്ഞിനെ ലഭിക്കുമെന്ന് തരുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ദൂത് അവരെ അറിയിക്കുക. അപ്പോൾ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ദൈവം ഇടപെടാനുള്ള സമയത്തിന് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കണം. കാത്തിരിപ്പ് വേദനാജനകമാണെങ്കിലും ദൈവം തൻ്റെ സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് അല്പം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. 2010 ഒരു ട്രീറ്റ്മെൻറ്റിന് വിധേയമായി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായി. ഒരു സർജറി വേണ്ടിയിരുന്നു. 16 ദിവസം ആ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റാകുകയാണ്. ട്രീറ്റ്മെൻറ്റ് 16 ദിവസം അവസാനിക്കുന്നതിന് തൊട്ട് തലേ ദിവസം 15-ാം ദിവസം പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ മറ്റൊരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ കണ്ണുകളുടെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആ ഹോസ്പിറ്റലിൽ നേത്ര വിഭാഗം അത്ര സജീവമല്ലാത്തതിനാൽ എൻ്റെ ഡോക്ടർ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ പറഞ്ഞയച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കണ്ണാശുപത്രിയിലാണ് ട്രീറ്റ്മെൻറ്റിനായി ഞാൻ ചെന്നത്. അതൊരു വീൽ ചെയറിൽ 2 പേരുടെ സഹായത്തോടുകൂടെ ആ ഹോസ്പിറ്റലിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടറെ കാണുക. എൻ്റെ രോഗവിവരങ്ങളെ എല്ലാം ഞാൻ പറഞ്ഞു, എനിക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നെ പരിശോധനകൾ വിധേയമാക്കി. അദ്ദേഹം ഇപ്രകാരം എന്നോട് പറഞ്ഞു, താങ്കളുടെ കണ്ണിൻ്റെ കാഴ്ച തീർന്നുകൊണ്ടിരിക്കുക, 80% കാഴ്ച കുറഞ്ഞു വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ്, കണ്ണിലേക്കുള്ള ചെറിയ ഞരമ്പുകളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുക, പ്രതീക്ഷിക്കാൻ അധികമൊന്നുമില്ല. ഒരു ഡോക്ടറും അങ്ങനെ പറയാത്തതാണ്. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു നവംബർ മാസം അവസാനമാണ് ഞാൻ ആ ഹോസ്പിറ്റൽ ഡോക്ടറെ എടുക്കൽ ചെല്ലുക. അദ്ദേഹം എന്നോട് പറഞ്ഞു, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക, നല്ല തിരക്കിൻ്റെ സമയമാണ്, ഡിസംബർ കഴിഞ്ഞിട്ട് വരിക, സർജറി ചെയ്താൽ പോലും ഒരു കാഴ്ച വീണ്ടും കിട്ടുമോ എന്ന് പറയാൻ പറ്റുകയില്ല. അങ്ങനെ വളരെയേറെ ഭാരപ്പെട്ട മനസ്സുമായി ഞാൻ ആദ്യം ട്രീറ്റ്മെൻറ്റ് എടുത്ത ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് വാങ്ങി ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി. പല പ്രഗത്ഭരായ ധ്യാനഗുരുക്കന്മാരും എൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി.
സ്നേഹമുള്ളവരെ, സൗഖ്യം എനിക്ക് അനുഭവപ്പെട്ടില്ല. ആ നാളുകളിൽ, ആ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ പ്രഘോഷിച്ചത് കൈവിടാത്ത, സമയത്ത് ഇടപെടുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നെന്ന യാഥാർത്ഥ്യവും സത്യവുമാണ്. അങ്ങനെ എൻ്റെ ഭാര്യ വീട് എൻ്റെ ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലാണ്. അവിടെ ഒരു വാഹനത്തിൽ ഏതാനും ദിവസം അവിടെ പോകാനിട വന്നു. നടക്കുമ്പോൾ മനുഷ്യരെ എനിക്ക് വ്യക്തമായി കാണത്തില്ല. ആരുടെയെങ്കിലും സപ്പോർട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാൻ. അങ്ങനെ ആ ഭാര്യ വീട്ടിൽ ഞാൻ ഏതാനും ദിവസം താമസിക്കുന്നതിനിടയിൽ ഇടവക ദേവാലയം തൊട്ടടുത്താണ്. അവിടെ ഒരു ധ്യാനം നടക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു. അങ്ങനെ ധ്യാനത്തിൻ്റെ അവസാന ദിവസം ആ ധ്യാനത്തിൽ അല്പസമയം പങ്കെടുക്കാം എന്ന ചിന്തയോടെ മറ്റൊരാളുടെ സഹായത്തോടെ ആ സ്റ്റെപ്പുകൾ കയറി ആ ദേവാലയത്തിൽ ആ പ്രാർത്ഥനകളിൽ ആ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുക. ധ്യാനം ഏകദേശം തീരാറായി എന്ന് എനിക്ക് മനസ്സിലായി. സ്നേഹമുള്ളവരെ, ദൈവത്തിന് ഏത് നിമിഷം വേണമെങ്കിലും, ഏത് സമയം വേണമെങ്കിലും നമ്മെ സൗഖ്യപ്പെടുത്താം, നമ്മെ പടുത്തുയർത്താം, നമ്മെ അനുഗ്രഹിക്കാം. എൻ്റെ ജീവിതം അതിനൊരു സാക്ഷ്യമാണ്. ആ ദേവാലയത്തിൽ ധ്യാനത്തിൻ്റെ അവസാന സമയം ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുകയാണ്. ദേവാലയം നിറച്ച് ദൈവജനമുണ്ട്. അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ എന്നിലുണ്ട്. ദിവ്യകാരുണ്യ പ്രദക്ഷിണം വരുമ്പോൾ ജനം മുഴുവനും ആർത്ത് നിലവിളിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ ബർത്തിമേസ് വിളിച്ചതുപോലെ യേശുവിൻ്റെ നാമത്തെ വിളിച്ച് എല്ലാവരും അരുളിക്ക് സ്പർശിക്കുന്നു, പൂക്കൾ വിതറുന്നു. അങ്ങനെ ജനം മുഴുവനും ഭക്തി പാരവശ്യത്തിലാണ്. ആ സമയങ്ങളിൽ ഞാൻ നിൽക്കുന്നതിന് ഏകദേശം 1/2 മീറ്റർ ദൂരെയാണ് ദീപികാരുണ്യത്തിൻ്റെ പ്രദക്ഷിണ പാത. ദീപികാരുണ്യം അതിൽ വരുമ്പോൾ ഞാനിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ മന്ത്രിച്ചു, ദൈവമേ, എൻ്റെ അവസ്ഥ, എൻ്റെ വേദന നിനക്കറിയാമല്ലോ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നീ കൈവിടാത്തവനാണെന്നും ജനത്തിനു വേണ്ടി നിലകൊള്ളുന്നും തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണുള്ള വിശ്വാസത്തിൻ്റെ സന്ദേശങ്ങൾ ഞാൻ പങ്കുവച്ചു. നീ ഒരിക്കലും കൈവിടുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ആരാധനയുടെ ബ്ലെസ്സിങ് സ്വീകരിച്ച് മറ്റൊരാളുടെ സപ്പോർട്ടോടുകൂടെ സ്റ്റെപ്പുകൾ ഇറങ്ങി ഞാൻ വീട്ടിലേക്ക് മടങ്ങി. 6 മാസമായിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. എൻ്റെ ജീവിത പങ്കാളിയാണ് എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ ബൈബിൾ വായിച്ചു തന്നുകൊണ്ടിരുന്നത്. ഞാൻ രാത്രിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് സുഖമായി കിടന്നു നല്ല ഉറക്കം. സ്നേഹമുള്ളവരെ, എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഒരു പതിവുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ ഹിതം ഇന്ന് എന്താണ് എൻ്റെ ദൈവം എന്നോട് പറയുന്നത്, ഇത് പ്രാർത്ഥനാപൂർവം ഞാൻ വായിക്കാറുണ്ട്. അന്ന് 6 മാസമായി എൻ്റെ കണ്ണിൻ്റെ കാഴ്ച, വായിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു എന്ന ആ ചിന്ത മറന്ന് അതിരാവിലെ ഞാൻ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിക്കാൻ തുടങ്ങി. യെശയ്യാ പ്രവചനം 40-ാം അധ്യായമാണ് അന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏതാനും മിനിറ്റുകൾ, 1-2 മിനിറ്റ് കൊണ്ട് എനിക്ക് വായിക്കാൻ കഴിയുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കരച്ചിൽ രൂപപ്പെട്ടു. ഞാനിങ്ങനെ വാവിട്ട് കരയാൻ തുടങ്ങി. എൻ്റെ ആ ഭാര്യ വീട്ടിലുള്ള എല്ലാവരും ഓടി വന്നു. അവർക്ക് മനസ്സിലായി എൻ്റെ കാഴ്ച മടങ്ങി വന്നിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ആ ധ്യാനത്തിൻ്റെ അവസാന സമയം, ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത്, ആ ബ്ലെസ്സിങ് സമയത്ത്, അവൻ്റെ ആശീർവാദം എൻ്റെ ശിരസിൽ പതിച്ച സമയത്ത് മെഡിക്കൽ സയൻസ് അസാധ്യമെന്ന് പറഞ്ഞ ആ കാഴ്ച തിരിച്ചു വരിക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ ആദ്യം ട്രീറ്റ്മെൻ്റ് എടുത്ത ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ വാക്ക് എന്നെ വേദനിപ്പിച്ചിരുന്നു. ഒരിക്കലും നിങ്ങളുടെ കാഴ്ച മടങ്ങി വരില്ല. അതിനാൽ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് മധുരയിലുള്ള അരവിന്ദ് കണ്ണാശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുത്തു. അവിടെ വിദഗ്ധനായ ഡോക്ടറിനെ പരിശോധിച്ചു. അവസാന ഫൈനൽ റൗണ്ട് പരിശോധനയിൽ ആദ്യത്തെ ഡോക്ടറിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ പറഞ്ഞു, പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ മേൽപ്പറഞ്ഞ ധ്യാനത്തിൻ്റെ സാഹചര്യത്തിൽ ആ സമയത്ത് ഞാൻ എത്തിപ്പെടുക. എൻ്റെ സ്നേഹമുള്ളവരെ, ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു. ഇന്നും എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ കണ്ണട ഉപയോഗിച്ച് വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിന് പൂർണ്ണ കാഴ്ച ഇന്നും കർത്താവ് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു വരിക ഇതാണ്, ദൈവം നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധയുള്ളവനാണ്. തൻ്റെ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ ശക്തനാണ്. തൻ്റെ സമയം വരെ കാത്തിരിക്കുന്നവരെ ഒരിക്കലും നിരാശപ്പെടാത്ത ദൈവം ഇന്നും ജീവിക്കുന്നു.
ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ ഭാരപ്പെടുന്നവരാണോ? തകർന്ന കുടുംബത്തെ ഓർത്ത് അതിനി ഒരിക്കലും പുനരുദ്ധരിക്കപ്പെടുകയില്ല. വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങൾ ഇനി ഒരിക്കലും നേർവഴിക്ക് വരികയില്ല. മദ്യപാനിയായ ഭർത്താവ്, ജീവിത പങ്കാളി ഇനി ഒരിക്കലും നന്മയിലേക്ക് തിരികെ വരികയില്ല. നഷ്ടപ്പെട്ട വിശുദ്ധി ഇനി ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് വേദനിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലാണോ നിങ്ങൾ ഇരിക്കുക? തമ്പുരാൻ്റെ വചനം പറയുന്നു, തക്ക സമയത്ത്, അവൻ്റെ സമയത്ത് അവൻ നിങ്ങളെ ഉയർത്താൻ ശക്തനാണ്. അതിനാൽ പ്രതീക്ഷയോടെ നല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സ്നേഹത്തോടെ സമർപ്പിക്കാം. അവൻ തക്ക സമയത്ത് നമുക്ക് വേണ്ടി നിലകൊള്ളാൻ ശക്തനാണ്. ആ ദൈവം ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. അവൻ്റെ സമയം വരെ കാത്തിരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കണം. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. സങ്കീർത്തനം 27:14 അപ്രകാരം ഒരു വചനം കിടക്കുകയാണ്. നമുക്ക് പ്രത്യാശയോടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് ഇടപെടാൻ വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.